ഹലോ വെൽക്കം ബാക്ക്. ആംഗിളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബിക്കോസ് ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആംഗിൾ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. വളരെയധികം സന്തോഷമാണ്. കേരളം മുംബൈയെ അങ്ങനെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി തോൽപ്പിച്ചിരിക്കുകയാണ്. മികച്ചൊരു വിജയം തന്നെ കേരളത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ അജിൻക്യ രഹാനെ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു. ഇന്ന് മത്സരം നടന്ന ഗ്രൗണ്ടിലെ പിച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് പിച്ചായിരുന്നു. ആ ഒരു ബാറ്റിംഗ് പിച്ച് കണ്ടിട്ടും കേരളത്തിനെ ബാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ ആദ്യം സഞ്ജു സാംസൺ വിക്കറ്റ് എടുത്തോടുകൂടി തന്നെ നല്ലൊരു കോൺഫിഡൻസ് മുംബൈ ഉണ്ടായി. പക്ഷേ ഒരു സൈഡിൽ നിന്ന് റോഹനസ് കുന്നുമേലും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സൽമാൻ നിസാറും കൂടെ അടിയോടടി. ഇതിനിടയ്ക്ക് സച്ചിൻ ബേബി പരിക്കേറ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ സൽമാൻ നിസാർ വരുന്നത്. മുഹമ്മദ് സിദ്ദീഖ് വന്നിട്ട് ആൾക്ക് നന്നായിട്ട് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, പൊട്ടാസ് അടിയെന്ന് തന്നെ പറയണം. സഞ്ജു 4 ബോൾ 4. സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വീണ്ടും ബാക്ക് ഫുട്ടിലേക്ക് പോയിട്ട് ഇൻസൈഡ് എഡ്ജ് പുള്ളി കുറ്റി പോകുന്നു, പുറത്തോട്ട് പോകുന്നു. ഒന്ന് ഹോൾഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് ചിലപ്പം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന കിടിലൻ ഗ്രൗണ്ട് ആയിരുന്നു അത്. ആദ്യത്തെ ആ ഒരു സീം ബോളിങ്ങിൽ, അതായത് ആ ന്യൂ ബോളിൽ ഉണ്ടാകുന്ന ചെറിയ വേരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ബോൾ ചത്ത പോലായിരുന്നു വന്നിരുന്നത്. അടിച്ച് മാട്ടയിലിടുക എന്നൊക്കെ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറയും. അടിയോടടി എന്ന് പറഞ്ഞാൽ പമ്പരം അടി. സഞ്ജു സാംസൺ 4 ബോളിൽ നിന്ന് 4 റൺ, ഒരു ബൗണ്ടറിയാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. റോഹനസ് കുന്നുമേൽ 48 ബോളിൽ നിന്നും 87 റൺസാണ് സ്കോർ ചെയ്തത്. അതോടൊപ്പം തന്നെ സൽമാൻ നിസാർ 49 ബോളിൽ നിന്നും 99 റൺസായിട്ട് നോട്ട് ഔട്ട് ആയിരുന്നു ആള്. അതോടൊപ്പം തന്നെ വിഷ്ണു വിനോദ് വന്ന് 2 ബോളിൽ 6 റൺസ് നേടി ആളും പോയി. എന്തായാലും 202 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സൽമാൻ നിസാർ ബാറ്റ് വീശിക്കൊണ്ടത്. റോഹനസ് കുന്നുമേലാകട്ടെ 48 ബോളിൽ നിന്ന് 87 വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 181. തിരിച്ച് നമ്മുടെ ബോളിംഗ് സൈഡ് എടുത്തു പറയണം. മഹാരാഷ്ട്രക്കെതിരെ തോൽവി ഏറ്റുവാങ്ങേണ്ടതായ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന രീതിയിലായിരുന്നു ലാസ്റ്റ് 15 to 20 ഓവേഴ്സ് വിക്കറ്റ് ടേക്ക് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ബോളിംഗ് സൈഡ് വന്നത്. മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് ബോൾ ചെയ്തത്. ഇത്രയും നല്ല ഫാസ്റ്റ് ബോളിംഗ് പിച്ചിലും ഇത്രയും നല്ല ബാറ്റിംഗ് പിച്ചിലും മികച്ച രീതിയിൽ തന്നെ അത്യാവശ്യം എക്കോണമി കീപ്പ് ചെയ്ത് എം ടി ദിനേഷും അതോടൊപ്പം തന്നെ നമ്മുടെ വിനോദ് കുമാറും ബോൾ ചെയ്തു. 7 എം ടി ദിനേഷ് വിനോദ് കുമാറിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് 7 ആൾ 2 വിക്കറ്റ് ഇട്ടു 4 ഓവറിൽ നിന്നും 22 റൺസ് വിട്ടു കൊടുത്തു. അതോടൊപ്പം തന്നെ എം ടി ദിനേഷ് 4 ഓവറിൽ നിന്നും 4 വിക്കറ്റ് ഇട്ടു. 7.50 ആയിരുന്നു ആളുടെ എക്കോണമി എന്ന് പറയുന്നത്. അബ്ദുൽ ബാസിത്തും നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. എക്കോണമി ഹൈ ആയിരുന്നെങ്കിൽ 2 വിക്കറ്റ് ഇടാൻ സാധിച്ചു. ഇത്രയും ഫാസ്റ്റ് ബോളിംഗ് ഇത്രയും ബാറ്റിംഗ് പിച്ചിലേക്ക് നമ്മൾ എക്കോണമി നോക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാച്ച് വിജയിക്കുക എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് 43 റൺസിൻ്റെ വിജയമാണ്. പോയിന്റ് ടേബിൾ കേരളം 2ാം സ്ഥാനത്ത് തന്നെയാണ്. ആന്ധ്രാപ്രദേശ് ഇപ്പം എന്തായാലും മഹാരാഷ്ട്ര തോൽപ്പിക്കും. അതോടുകൂടി തന്നെ 2ാം സ്ഥാനത്തേക്ക് തന്നെ കേരളം നിൽക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കേരളത്തിന് ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശേ ഉള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മഹാരാഷ്ട്രയ്ക്കെതിരെ തോറ്റിട്ട് നമ്മൾ നാഗാലാൻഡിനെതിരെ മികച്ച വിജയം നേടി. എന്നാലും നാഗാലാൻഡ് ഒരു വീക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ മുംബൈ പോലൊരു ടീമിനെ തോൽപ്പിക്കും കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. ഇവിടെ നമ്മുടെ ഏറ്റവും നിർണായകമായത് ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ്റെ ആ ഒരു വിക്കറ്റ് എടുത്ത് ഭയങ്കര നിർണായകമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സൈഡിൽ നിന്ന് രഹാനെ കത്തി കയറുന്നുണ്ടായിരുന്നു. 35 ബോളിൽ 68 റൺസ് എടുത്തിട്ടാണ് രഹാനെ പുറത്തു പോകുന്നത്. ഇവിടെ ശ്രേയസ് അയ്യറിൻ്റെ വിക്കറ്റ് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രേയസ് അയ്യർ ഈ ഒരു സീസണിൽ അത്യാവശ്യം നല്ല ഫോമിലാണ് കളിച്ചു പോകുന്നത്. ഓൾറെഡി ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചിട്ട് നിൽക്കുകയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് ഇത്രയും നല്ല ബാറ്റിംഗ് പിച്ചാണ് കിട്ടിയത്. ശ്രേയസ് അയ്യറിൻ്റെ വിക്കറ്റ് ഭയങ്കര നിർണായകമായി. ആസ് എ ക്യാപ്റ്റൻ സഞ്ജു കറക്റ്റായിട്ടാണ് ബോളിംഗ് ചേഞ്ചസും ഫീൽഡിംഗ് ചേഞ്ചസും വെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫീൽഡിംഗ് സൈഡിലെ ഇമ്പ്രൂവ്മെൻറ്റ്. ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റൺസുകൾ ലീക്ക് ചെയ്യുന്നില്ല. ഫീൽഡിംഗ് സൈഡിൽ ആവശ്യമില്ലാതെ റൺസുകൾ ലീക്ക് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയ്ക്കെതിരെ നമ്മൾ എക്സ്ട്രാസ് ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ എക്സ്ട്രാസ് വളരെയധികം കുറവായിരുന്നു. വളരെയധികം കുറവെന്ന് വെച്ചാൽ നമ്മൾ വെറും 5 റൺസ് എക്സ്ട്രാസ് കൊടുത്തുള്ളൂ. പക്ഷേ മഹാരാഷ്ട്രയ്ക്കെതിരെ നമ്മൾ ഒരുപാട് റൺസ് എക്സ്ട്രാ കൊടുത്താണ് ആ ഒരു മത്സരത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും കളി വിട്ടു പോകുന്നത്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് തന്നെയാണ് ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഞ്ജു കളിച്ചില്ലെങ്കിലും ബാറ്റിംഗ് സൈഡിൽ കളിക്കാൻ വേറെ ആളുണ്ടെന്ന് തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ. എന്തായാലും ഈ ഒരു വിജയം മികച്ചാക്കി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പക്ഷേ സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സഞ്ജു ഇന്നൊരു സെഞ്ചുറി അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പറ്റിയൊരു പിച്ചായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തി. ബൈ ബൈ. സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം. പുറത്തിരുന്നാണ് വീഡിയോ ഒക്കെ വരുന്നത്. സോ